നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒട്ടേറെ വിഷയങ്ങളിൽ ലീഗ് നേതാക്കന്മാർ തീവ്രമായ വർഗീയ സ്വരത്തിൽ സംസാരിക്കുന്ന സാഹചര്യം ഈ ഇടക്കാലത്ത് ഉണ്ടാവുകയും ചെയ്തു. മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച വർഗീയത പുറത്തേക്ക് വരുന്നതാണ് ഇപ്പോഴത്തെ വിഷയങ്ങളിലൂടെ കണ്ടുവരുന്നതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ A. വിജയരാഘവൻ. ലീഗിന്റെ CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞതാണ് ലീഗ് ഉറങ്ങിക്കിടക്കുന്ന വിഷയമാണ്. മുസ്ലിം ലീഗിന്റെ ചരിത്രം കേരളത്തിന് അറിയാമെന്നും 70 വർഷത്തെ ചരിത്രത്തിൽ അതിന് ആരും വർഗീയത ആരോപിച്ചിട്ടില്ലെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി PM S. സലാം. ചമരോടം പാതയിൽ ആലത്തിയൂർ പ്രദേശത്തെ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരൂരിൽ പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം സമീപിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 3471 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം ജില്ലയിൽ 166 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച വർഗീയത പുറത്തേക്ക് വരുന്നതാണ് ഇപ്പോഴത്തെ വിഷയങ്ങളിലൂടെ കണ്ടുവരുന്നതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ A. വിജയരാഘവൻ പറഞ്ഞു. തിരൂരിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാം വർഗീയവൽക്കരിക്കുക എന്ന ലീഗ് നിലപാട് യാദൃശ്ചികമല്ല. ലീഗിന്റെ ഈ പരിണാമം ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടാണ്. ഹാദിയ, സോഫിയ, വഖഫ്, കോഴിക്കോട് പ്രസംഗം തുടങ്ങിയ ഒട്ടേറെ വിഷയങ്ങൾ ഇത് കാണുന്നു. ഇതിന്റെ മുഖ്യ ഗുണഭോക്താവ് സംഘപരിവാറും RSSുമാണെന്നും വിജയരാഘവൻ പറഞ്ഞു. ഒട്ടേറെ വിഷയങ്ങളിൽ ലീഗ് നേതാക്കന്മാർ തീവ്രമായ വർഗീയ സ്വരത്തിൽ സംസാരിക്കുന്ന സാഹചര്യം ഈ ഇടക്കാലത്ത് ഉണ്ടാവുകയും ചെയ്തു. ഹാദിയ സോഫിയ വിവാദത്തിലും നമ്മളത് കണ്ടു. വഖഫ് വിഷയവുമായി ബന്ധപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളിലും നമ്മളത് കണ്ടു. തുടർന്ന് ഇങ്ങോട്ട് കോഴിക്കോട്ടെ പ്രസംഗത്തിൽ നമ്മളത് കണ്ടു. ഇവിടെ ഈ സമീപനം മുസ്ലിം സമൂഹത്തിന് സ്വീകാര്യതയുള്ള ഒരു രാഷ്ട്രീയമല്ല. അതാണ് ലീഗ് മനസ്സിലാക്കേണ്ടത്. RSSന്റെ തെറ്റായ രാഷ്ട്രീയത്തെ ന്യായീകരിക്കാൻ ലീഗ് ഇതുവഴി അവസരം നൽകുന്നു. ലീഗിന്റെ ഈ നിലപാട് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്വീകാര്യതയുള്ളതല്ല. ന്യൂനപക്ഷ വിഭാഗങ്ങൾ കേരളത്തിന് മതനിരപേക്ഷ രാഷ്ട്രീയത്തോട് അടുക്കുന്നു. ഇതിൽ അസഹിഷ്ണുതയാണ് ലീഗ് പ്രകടിപ്പിക്കുന്നത്. തുടർച്ചയായി അധികാരം നഷ്ടപ്പെട്ടതിലുള്ള വിഷമം കൂടി കലർന്നതാണ് മുസ്ലിം ലീഗിന്റെ ഇത്തരം നിലപാടുകളെന്നും A. വിജയരാഘവൻ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ ചരിത്രം കേരളത്തിന് അറിയാമെന്നും 70 വർഷത്തെ ചരിത്രത്തിൽ അതിന് ആരും വർഗീയത ആരോപിച്ചിട്ടില്ലെന്നും പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി PM S. സലാം പറഞ്ഞു. വഖഫ് വിഷയത്തിൽ കോഴിക്കോട് ഒത്തുകൂടിയ ജനക്കൂട്ടത്തെ കണ്ടാണ് CPIM ഇപ്പോൾ പ്രകോപിതമാകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ലീഗിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളോട് വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുകയായിരുന്നു PM S. സലാം. മുസ്ലിം ലീഗിന്റെ 70 വർഷക്കാലയളവിൽ ആരും തങ്ങൾക്കെതിരെ വർഗീയത ആരോപിച്ചിട്ടില്ല. മുസ്ലിം ലീഗിന്റെ മതേതര നിലപാടിന് പരക്കെ അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ലീഗ് കേരള സമൂഹത്തിന് പരിചിതമാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ രാഷ്ട്രീയപരമായ ആരോപണം ഉന്നയിക്കുകയാണ്. മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാനുള്ള ശ്രമമാണ് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്നത്. അതിന് പ്രത്യേക അജണ്ടയുണ്ട്. അത് സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇപ്പോൾ CPM ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. മുസ്ലിം ലീഗിനെ കുറിച്ച് കേരളീയർക്ക് അറിയാമെന്നും PM S. സലാം കൂട്ടിച്ചേർത്തു. തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ട ഒരാവശ്യമില്ല. മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഇത്തരം ഇവർ ആരോപിക്കുന്നത് പോലുള്ള വർഗീയപരമായ എന്ത് സമീപനവും എന്ത് പ്രവർത്തനവും എവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? നേരെ മറിച്ച് മറുഭാഗത്ത് ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ അതുകൊണ്ടുവന്ന് ഇവരാഗ്രഹങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കലാണ്. ഞങ്ങളതിനെ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ BJPയുടെ അജണ്ടയാണ് മാർക്സിസ്റ്റ് പാർട്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം സമുദായത്തെ അപരവൽക്കരിക്കുക, അതിന് പ്രത്യേക അജണ്ട അവർക്കുണ്ട്. അതിൻ്റെ നല്ല പരിപാടികളുമായി മുന്നോട്ട് പോകുകയാണ്. അവർക്ക് അതുകൊണ്ട് ഒരുപാട് ലക്ഷ്യങ്ങളും നേട്ടങ്ങളും ഉണ്ടാകാം. മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യ രാജ്യത്തെ മുഴുവൻ അസ്തമിച്ച് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഈ കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ മാത്രമാണ്. അതിന് നിലനിർത്താനുള്ള ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ടാക്കുകയാണ്. സർക്കാർ ചെയ്ത തെറ്റ് ജനം അറിഞ്ഞിട്ടുണ്ട്. പിടിവാശിയില്ലെന്നാണ് സർക്കാർ പറയുന്നത്. ഒരൊറ്റ സമ്മേളനം ഇത്രമാത്രം CPM നേതാക്കളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇത് തങ്ങളുടെ വിജയമാണ്. മോദി ഇന്ത്യയിൽ കളിക്കുന്ന കളി അതിന്റെ ഇരട്ടിയായി പിണറായി കേരളത്തിൽ കളിക്കുകയാണെന്നും PM S. സലാം ആരോപിച്ചു. കോവിഡ് പ്രതിരോധത്തിലും പ്രളയത്തിലും ലീഗ് സർക്കാരിനെ സഹായിച്ചിട്ടുണ്ട്. ലീഗ് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണെന്ന് CH മുഹമ്മദ് കോയ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും തൊട്ടാൽ അത് ഉണരും. അതാണ് കടപ്പുറത്ത് കണ്ടതെന്നും PM S. സലാം കൂട്ടിച്ചേർത്തു. ലീഗിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളൊക്കെ ലീഗിനെ കണ്ട് പഠിക്കുന്നവരില്ലേ?
ലീഗിൻ്റെ CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞതാണ് ലീഗ് ഉറങ്ങിക്കിടക്കുന്ന സിനിമ. ആരെങ്കിലും ഒന്ന് അതിനെ തൊട്ടാൽ അത് ഉണരും. അതല്ലേ നമ്മൾ കടപ്പുറത്ത് കണ്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രധാന ആരോപണം എന്തായിരുന്നു? നിങ്ങളൊക്കെ അതിൻ്റെ കൂടെ കൂടി ലീഗ് ഇല്ലാതായി, ലീഗ് നശിച്ചു, ലീഗ് പുറകോട്ട് പോയി, ലീഗിന് ഇനി വരാൻ കഴിയില്ല, ലീഗിന് അധികം നഷ്ടപ്പെട്ടു, ഇതൊക്കെ പറഞ്ഞു. 3 സീറ്റേ അങ്ങ് കുറഞ്ഞിട്ടുള്ളൂ. അപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞു പോയത്. പക്ഷേ 9-ാം തീയതി കടപ്പുറത്ത് കൂടിയ 3 ദിവസം കൊണ്ട് ഒരു സമ്മേളനം പ്രഖ്യാപിച്ചിട്ട് കോഴിക്കോട് കടപ്പുറത്ത് കൂടിയ ആളുകളെ കണ്ടപ്പോൾ ഞങ്ങൾ എന്തിനാ തൊട്ടുണർത്തുന്നത്, ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചാൽ പോലെ. ഇപ്പോൾ മുസ്ലിം ലീഗ് ഉണർത്തിരിക്കുന്നു, ഈ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്, ഒരു സംശയം വേണ്ട. ആധുനിക കേരളത്തിന്റെ അടിത്തറയൊരുക്കി സാധാരണക്കാരന്റെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തുന്ന പദ്ധതികളാണ് പിണറായിയുടെ നേതൃത്വത്തിൽ LDF സർക്കാർ നടപ്പാക്കുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ പറഞ്ഞു. CPM തിരു ഏരിയ കമ്മിറ്റിയുടെ നവീകരിച്ച ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM തിരു ഏരിയ കമ്മിറ്റിയുടെ നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം കേന്ദ്ര കമ്മിറ്റി അംഗം A. വിജയരാഘവൻ നിർവഹിച്ചു. ആധുനിക കേരളത്തിന്റെ അടിത്തറയൊരുക്കി സാധാരണക്കാരന്റെ ജീവിതാവസ്ഥ മെച്ചപ്പെടുത്തുന്ന പദ്ധതികളാണ് പിണറായിയുടെ നേതൃത്വത്തിൽ LDF സർക്കാർ നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു കാർഷിക പരിഷ്കരണത്തിന്റെ ഭൂപരിഷ്കരണത്തിന്റെ മഹത്തായ ഒരു അടിത്തറ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ കേരളത്തിൽ പണിതപ്പോൾ നമുക്ക് ഒരു 5 പതിറ്റാണ്ട് കാലം അല്ലെങ്കിൽ 6 പതിറ്റാണ്ട് കാലം കേരളത്തിന്റെ വേഗതയേറിയ പുരോഗതിയുടെ അടിത്തറ അതുവഴി നമുക്ക് പണിയാം. ഇപ്പൊ ഈ 2ാം പിണറായി ഗവൺമെന്റ് പ്രഖ്യാപിച്ച പദ്ധതികളുടെ വേഗതയേറിയ പൂർത്തീകരണം എന്നത് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ മേഖലയിലെ വലിയ കുതിശയാണ്. CPM ജില്ലാ സെക്രട്ടറി അംഗം E. ജയൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി അംഗം EP. സക്കറിയ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കൂട്ടായി ബഷീർ, A. ശിവദാസൻ, ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. ഹംസക്കുട്ടി, ഏരിയ കമ്മിറ്റി അംഗം PP. ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്ധവിശ്വാസങ്ങൾക്കെതിരെ ആദർശ പ്രതിരോധം എന്ന മുദ്രാവാക്യവുമായി KNM തിരൂരിൽ സംഗമം സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച പയ്യനങ്ങാടിൽ നടക്കുന്ന സംഗമം CP ഉമ്മർ സുലൈമി ഉദ്ഘാടനം ചെയ്യും. അന്ധവിശ്വാസങ്ങളെയും യാഥാസ്ഥികതയെയും ഇതുമായി ബന്ധപ്പെട്ട ചൂഷണങ്ങളെയും ശക്തമായി ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള നദുവത്തുൽ മുജാഹിദിന്റെ ആഭിമുഖ്യത്തിൽ ആദർശ പ്രതിരോധ സംഗമം സംഘടിപ്പിക്കുന്നത്. ഞായറാഴ്ച പയ്യനങ്ങാടി ദാറുസ്സലാം മസ്ജിദിൽ നടക്കുന്ന സംഗമം KNM മർക്കസ് ദഅവ ജനറൽ സെക്രട്ടറി CP ഉമ്മർ സുലൈമി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പലപ്പോഴും മതത്തിന്റെ പേരിലാണ് അന്ധവിശ്വാസങ്ങൾ അരങ്ങുവാഴുന്നത്. യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ചുടുവിൽ പണം സമ്പാദിക്കാൻ കഴിയുന്ന, ഒരുപക്ഷെ കോടീശ്വരന്മാരായി മാറാൻ കഴിയുന്ന തരത്തിലേക്ക് അന്ധവിശ്വാസ മാഫിയ വളർന്നു വികസിച്ചിട്ടുണ്ട്. അതെല്ലാ മതങ്ങളിലും ഉണ്ട്. അതിൽ മതഭേദം, ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദമുള്ളത് അന്ധവിശ്വാസങ്ങളുടെ വിപണനത്തിലാണ് എന്ന് നമ്മൾ സംശയിക്കുകയാണ്. KNM മർക്കസ് ദഅവ ചരിത്രപരമായി ഇസ്ലാഹി പ്രസ്ഥാനം ഇത്തരം അന്ധവിശ്വാസങ്ങളെ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിൽ ബൗദ്ധികമായും ആദർശപരമായും പ്രതിരോധിക്കുന്ന ഒരു സംഘം എന്നുള്ള നിലയിൽ ഈ ഒരു പോരാട്ടത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓഫ്ലൈനായും തത്സമയം ഓൺലൈനായും ആയിരങ്ങൾക്ക് പരിപാടി വീക്ഷിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 9 മണി മുതൽ ജില്ലാ പ്രതിനിധി സമ്മേളനം ആരംഭിക്കും. 2 മണി മുതൽ 6 മണി വരെയാണ് ബഹുജന സംഗമം നടക്കുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം അധ്യക്ഷനായിരിക്കും. MT മനാഫ് മാസ്റ്റർ, T. ആബിദ് മദനി, മുഹമ്മദ് കുട്ടി ഹാജി, റസാഖ് മാസ്റ്റർ, CMP മുഹമ്മദ് അലി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഊർജ്ജ സംരക്ഷണ ദിനത്തിന്റെ ഭാഗമായി തൃക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്മാർട്ട് എനർജി ക്ലബിന്റെ നേതൃത്വത്തിൽ ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് MN മൊയ്തീൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഊർജ്ജ സംരക്ഷണ ദിനത്തിന്റെ ഭാഗമായാണ് തൃക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്മാർട്ട് എനർജി ക്ലബിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. സ്കൂൾ PTA പ്രസിഡന്റ് MN മൊയ്തീൻ സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. അധ്യാപകരായ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് പ്രിയ, രാജീവൻ, സ്കൂൾ ഊർജ്ജ ക്ലബ്ബ് കോർഡിനേറ്റർ ജിജി, ബാബു, റീന, ഷീന, ഗിരീഷ്, സുമിത, രജനി, നിഖില, നസീഫ്, ഷറഫുദ്ദീൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സ്വകാര്യ ബസ് ഉടമകൾ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. സംയുക്ത ബസ് ഉടമ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് സമരം. വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് കൂട്ടണമെന്നും നികുതി ഒഴിവാക്കണമെന്നുമാണ് ബസ് ഉടമകളുടെ ആവശ്യം. സർക്കാർ നൽകിയ ഉറപ്പ് 1 മാസം കഴിഞ്ഞിട്ടും പാലിക്കപ്പെട്ടിട്ടില്ലെന്നാണ് ബസ് ഉടമകൾ ആരോപിക്കുന്നത്. ബസ് ഉടമകൾ ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാർ തീരുമാനം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് സമരം. മിനിമം ചാർജ് 12 രൂപയാക്കണമെന്നും കിലോമീറ്ററിന് 1 രൂപ കൂട്ടണമെന്നുമാണ് ആവശ്യം. 21-ാം തീയതി മുതൽ കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് സംയുക്തമായി അനിശ്ചിതകാലത്തേക്ക് ബസ് സർവീസ് നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നുണ്ട്. ബസ് ചാർജ് വർധന അനിവാര്യമാണെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു അഭിപ്രായപ്പെട്ടെങ്കിലും മുഖ്യമന്ത്രിയുമായി തീരുമാനിച്ച വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഈ തീരുമാനം വൈകുന്നതാണ് നിലവിലെ പ്രകോപനത്തിന് കാരണം.
കോവിഡിന് മുമ്പ് ഡീസലിന്റെ വില ഏത് കോളേജ് എടുത്തു നോക്കിയാലും അവരൊക്കെ പുതിയ ബസ്സുകളാണ് എടുത്ത് വിദ്യാർത്ഥികളെ കൊണ്ടുവരാനും ഈ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഒരു പുതിയ ബസ് ഇപ്പൊ നിരത്തിൽ ഇറക്കണമെങ്കിൽ ഒരു 30 ലക്ഷം രൂപയെങ്കിലും വേണം. അപ്പൊ അതിനുള്ള വരുമാനം അവര് വിദ്യാർത്ഥികളിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്കിൽ കാലോചിതമായിട്ടുള്ള മാറ്റം വരുത്തണം. അതിന് ഗവൺമെന്റ് തയ്യാറാകണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സമരമല്ല. ഞങ്ങൾക്ക് ബസ്സുകൾ നടത്തിക്കൊണ്ടു പോകാൻ ഇപ്പൊ കഴിയുന്നില്ല. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. ചെമ്മരട്ടം പാതയിൽ ആലത്തിയൂർ പ്രദേശത്തെ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തിരൂരിൽ പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം ഉപരോധിച്ചു. മണിക്കൂറുകൾ നീണ്ട ഉപരോധം പോലീസ് സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് അവസാനിപ്പിച്ചത്. ചെമ്പ്രവട്ടം പാതയിൽ ആലത്തിയൂർ മുതൽ പൂഴിക്കുന്ന് വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, പ്രദേശത്തെ പൊടിപടലങ്ങൾ കാരണം പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് അറുതി വരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൃപ്രങ്ങോട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരൂർ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ് ഉപരോധിച്ചത്. റോഡിൽ രൂപം കൊണ്ടിട്ടുള്ള വലിയ കുഴികൾ, എന്തെങ്കിലും പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ മാത്രം കുറച്ച് മണ്ണ് കോറി വേസ്റ്റ് കൊടുന്നിട്ട് കണ്ണിൽ പൊടിയിടുന്ന ഒരു പരിപാടിയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതുവരെ പറഞ്ഞിരുന്നത് മഴയാണ്, മഴയായതുകൊണ്ട് പണിയൊന്നും നടക്കാൻ കഴിയില്ല. ഇന്ന് എല്ലാവർക്കും അറിയാം, അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം, മഴയെല്ലാം മാറി. ഇപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കുഴികൾ വലുതായിരിക്കുന്നു. ആ കുഴിയിലിട്ട മണ്ണ്, മെറ്റൽ പൊടിയെല്ലാം പാറിപ്പറന്ന് ആരോഗ്യ പ്രശ്നവും നടന്നു പോകാൻ കഴിയാത്ത രീതിയിലുള്ള അവസ്ഥയാണ് ഇപ്പോൾ അവിടെ. മണിക്കൂറുകളോളം നീണ്ടുനിന്ന സമരം പോലീസ് ഇടപെട്ട ഒടുവിൽ ഒത്തുതീർപ്പാക്കി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുമായി സമരക്കാർ നടത്തിയ ചർച്ചയിൽ 20-ാം തീയതി ടാറിംഗ് വർക്ക് തുടങ്ങാനും അടുത്ത ദിവസം മുതൽ രാവിലെയും വൈകിട്ട് റോഡിൽ വെള്ളമടിച്ചു നനച്ച പൊടിശല്യം ഒഴിവാക്കാനും തീരുമാനമായിട്ടുണ്ട്. സമരത്തിന് ചെമ്മല അഷ്റഫ്, നിസാർ ചെമ്പ്രവട്ടം, മാനു ആനപ്പടി, ഹംസ ആലിങ്ങൽ, ദുൽകിഫിലി, വൈശാഖ്, യാസിർ, ഖാദർ, വിജീഷ്, ഖബീർ, നിസാർ എന്നിവർ നേതൃത്വം നൽകി. തിരുപ്പൊന്നാനിപ്പുഴ യുവാവിന് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം. പൊറൂർ സ്വദേശി കല്ലിങ്ങൽ പ്രസാദിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് പൊറൂർ സ്വദേശിയായ കല്ലിങ്ങൽ പ്രസാദിനെ തിരുപ്പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രദേശവാസികളാണ് മൃതദേഹം ആദ്യം കണ്ടത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് മൃതദേഹം കരക്കെത്തിച്ചു. ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. പരേതനായ കല്ലിങ്ങൽ വാസുവൈദ്യരുടെയും ഭാർഗവിയുടെയും മകനായ പ്രസാദ് അവിവാഹിതനാണ്. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വീട്ടിലും കൃഷിത്തോട്ടം പദ്ധതിക്ക് തുടക്കമായി. താനൂർ സബ് ജില്ലാതല ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷംസുദ്ദീൻ പച്ചക്കറി തൈകൾ കൈമാറി നിർവഹിച്ചു. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ലോക്കൽ അസോസിയേഷന്റെ കീഴിൽ എല്ലാ വീട്ടിലും കൃഷിത്തോട്ടം പദ്ധതിയുടെ താനൂർ സബ് ജില്ലാതല ഉദ്ഘാടനം താനൂർ നഗരസഭാ ചെയർമാൻ പി ഷംസുദ്ദീൻ പച്ചക്കറി തൈകൾ കൈമാറി നിർവഹിച്ചു. ബുഷ്ര ടീച്ചർ തൈകൾ ഏറ്റുവാങ്ങി. സ്നേഹഭവനം പദ്ധതിക്ക് താനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക ടീച്ചർ തുടക്കമിട്ടു. കുട്ടികളിൽ സേവന സന്നദ്ധത ഉണ്ടാക്കിയെടുക്കാൻ അധ്യാപകർ ശ്രദ്ധിക്കണമെന്ന് അവർ ഓർമ്മപ്പെടുത്തി. കൈരളി സരസ്വതി പുരസ്കാരത്തിന് പുറമെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഹാജര ടീച്ചർക്കും സ്കൗട്ട് ALTT കോഴ്സ് പൂർത്തിയാക്കിയ സുനിൽകുമാറിനെയും ചടങ്ങിൽ ആദരിച്ചു. സബ് ജില്ലാ സെക്രട്ടറി VVN നവാസ്, ജില്ലാ സെക്രട്ടറി അൻവർ കള്ളിയത്ത, ചന്ദ്രമതി ടീച്ചർ എന്നിവർ സംസാരിച്ചു. P വിനോദ് അധ്യക്ഷനായിരുന്നു. രമാഭായ്, മുനവർ, നവീൻ, ബിജി മാത്യു, രാജൻ ജഗതി, ലൗഷി റാഫേൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് താനൂർ ബ്ലോക്ക് കമ്മിറ്റി നെല്ലിക്കോട് പപ്പനെ ആദരിച്ചു. താനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ നാടക സിനിമാ നടൻ പപ്പൻ നെല്ലിക്കോടിനെയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ താനൂർ ബ്ലോക്ക് കമ്മിറ്റി ആദരിച്ചത്. താനാളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാഖ് അധ്യക്ഷനായിരുന്നു. KG രാധാമണി ടീച്ചർ പൊന്നാട അണിയിച്ചു. K പരമേശ്വരൻ, രാജൻ തയ്യിൽ, T ബാലകൃഷ്ണൻ മാസ്റ്റർ, ഉബൈദുള്ള താനാളൂർ, K ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. പപ്പൻ നെല്ലിക്കോട് മറുപടി പ്രസംഗം നടത്തി. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. ആടുകളെ തെരുവ് നായ്ക്കൾ കടിച്ചു കൊന്നു. കൂട്ടായിൽ ജീവിതം വഴിമുട്ടി കർഷക. കൂട്ടായി കോതപ്പറമ്പ് സ്വദേശി ഹാജിയാരപ്പുരക്കൽ നബീസുവിന്റെ ഗർഭിണിയായ 2 ആടുകളെയാണ് തെരുവ് നായ്ക്കൾ കടിച്ചു കൊന്നത്. കൂട്ടായി കോതപ്പറമ്പ് സ്വദേശിനി ഹാജിയാരപ്പുരക്കൽ നബീസുവിന്റെ ഗർഭിണിയായ 2 ആടുകളെയാണ് തെരുവ് നായകൾ കടിച്ചു കൊന്നത്. വിധേയായ നബീസുവിന്റെ ഉപജീവനമായ ആടുവളർത്തൽ തുടങ്ങിയത് 2 വർഷം മുമ്പാണ്. ഇതിനു മുമ്പ് സമാനമായ സംഭവങ്ങൾ പ്രദേശത്ത് നടന്നിട്ടും അധികൃതർ നടപടി കൈക്കൊള്ളുന്നില്ല എന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ആടുവളർത്തൽ ഉപജീവനമായി സ്വീകരിച്ച നബീസുവിന്റെ ആടുകളെ തെരുവ് നായകൾ കടിച്ചു കൊന്നതോടെ ജീവിതവും വഴിമുട്ടിയിരിക്കുകയാണ്.
20,000-ലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഇവർ പറയുന്നു. ഞങ്ങൾ സാധാരണ വെള്ളം കൊടുക്കും പോലെ വെള്ളം കൊടുത്ത് കൂട്ടി കയറ്റിയതാണ്. ഒരിക്കൽ എണീച്ച് നോക്കുമ്പോൾ നായ്ക്കളൊന്നും കണ്ടിട്ടില്ല. പിന്നെ 4 മണിക്ക് എണീച്ച് നോക്കുമ്പോൾ ഇവിടെ കൂടിൻ്റെ ചുറ്റുപാറും നായയാണ്. നായ നോക്കുമ്പോൾ ഒന്ന് കടിച്ചിട്ട് ഒന്നിനും ഇപ്പുറം ഇട്ടിന് ഒന്നിനും അപ്പുറം ഇട്ടിക്കണം. കുടൽ വരെ പുറത്ത് ചാടിയിരുന്നു. നായ എന്നെ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. 4-5 നായ്ക്കളുണ്ട്. പകല് നായിൻ്റെ തുലുമുണ്ട്, കുറുക്കൻ്റെ തുലുമുണ്ട് ഇവിടെ. നമ്മളെ നമുക്ക് 10 കായ് ഒരാൾ തരാനൊന്നുമില്ല. അതുകൊണ്ട് നമ്മളെ ആവശ്യങ്ങൾ കഴിയണം. ഭർത്താവിന് മരണശേഷം കടം വാങ്ങിയും മറ്റും പണം സ്വരൂപിച്ചാണ് കന്നുകാലി വളർത്തലിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പകൽ സമയങ്ങളിൽ പോലും തെരുവ് നായ്ക്കളുടെ ആക്രമണം നേരത്തെ ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. തന്റെ 2 ആടുകളെ നഷ്ടമായതോടെ ബാക്കി വരുന്ന മിണ്ടാപ്രാണികൾക്കായി ഉറക്കമൊഴിച്ച് കാവലിരിക്കുകയാണ് ഈ കുടുംബം. ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഫണ്ട് കണ്ടെത്താൻ ആക്രി ചാലഞ്ചുമായി താനാളൂർ സെഞ്ചുറി ക്ലബ്ബ്. ജനനന്മയ്ക്കായി നാടിനൊപ്പം എന്ന സന്ദേശവുമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയുള്ള മൊബൈൽ ICU ആംബുലൻസ് ജനുവരിയിൽ നാടിന് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ താനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. താനൂർ ടൗൺ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 28 വർഷമായി പ്രവർത്തിക്കുന്ന സെഞ്ചുറി ബോയ്സ് ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഫണ്ട് കണ്ടെത്തുന്നതിനായി ആക്രി ചാലഞ്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതിനായി പഞ്ചായത്തിലെ വാർഡ് തലത്തിൽ വീടുകൾ കേന്ദ്രീകരിച്ച് ആക്രി സാമഗ്രികൾ ശേഖരിക്കുന്ന നടപടികൾക്ക് തുടക്കമായി. ഇതോടൊപ്പം നൽകുന്നവരിൽ നിന്നും നാളികേരവും ശേഖരിക്കും. വിഭവ ശേഖരണത്തിലൂടെ ലഭിച്ച ഫണ്ട് ഉപയോഗിച്ച് ആധുനിക സൗകര്യങ്ങളുള്ള ആംബുലൻസ് ജനുവരിയിൽ പുറത്തിറക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജനനന്മയ്ക്കായി നാടിനൊപ്പം എന്ന സന്ദേശവുമായി താനാളൂരിലും താനൂർ പ്രദേശത്തും 24 മണിക്കൂറും സന്നദ്ധമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ആധുനിക സംവിധാനത്തോടുകൂടിയുള്ള ഒരു മൊബൈൽ ആംബുലൻസ് ഞങ്ങൾ നാടിന് സമർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രദേശത്തെ കിഡ്നി രോഗികൾക്ക് ഡയാലിസ് ചെയ്യുന്നതിനാവശ്യമായ മെഡിക്കൽ കിറ്റും ഇതിൻ്റെ ഭാഗമായി നൽകാൻ ഉദ്ദേശിക്കുന്നു. ഏകദേശം 30 ലക്ഷം രൂപ ചെലവ് വരുന്ന ഈ പ്രവർത്തനത്തിന് ധനശേഖരാർത്ഥം ഡിസംബർ 20 മുതൽ 31 വരെ സെഞ്ചുറിയുടെ ആഭിമുഖ്യത്തിൽ നാളികേരവും അതുപോലെ തന്നെ ആക്രി സാധനങ്ങളും കളക്ട് ചെയ്തുകൊണ്ടാണ് ധനശേഖരാർത്ഥം 30 ലക്ഷം രൂപ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. രോഗികൾക്കും വിദ്യാർത്ഥികൾക്കും സഹായങ്ങൾ, നിർധരായവരുടെ വിവാഹം, ഭവന നിർമ്മാണം എന്നിവയ്ക്കുള്ള സഹായങ്ങൾ, ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണം, ശുചീകരണ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തുന്നുണ്ട്. സ്വന്തമായി വാങ്ങിയ ടാങ്കർ ലോറിയിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സൗജന്യ കുടിവെള്ള വിതരണം, കലാകായിക രംഗത്തെ സജീവ ഇടപെടൽ, മഹാപ്രളയം, മഹാമാരി സന്ദർഭങ്ങളിൽ മാതൃക സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞ 28 വർഷമായി സെഞ്ചുറി താനാളുടെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഇതിനകം നിരവധി മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രദേശത്തെ വീടുകളിലെ വേസ്റ്റ് സാധനങ്ങൾ മുഴുവൻ കളക്ട് ചെയ്യണം. അത് കളക്ട് ചെയ്യുന്നതോടൊപ്പം അത് സെയിൽ ചെയ്തിട്ട് കിട്ടുന്ന ഫണ്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. അപ്പം അവിടെ മലിനീകരണ പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ അല്ലെങ്കിൽ നാടിനെ സഹായിക്കുന്നത്. അതേപോലെ തന്നെ ഇത്തരത്തിൽ ജീവകാരുണ്യ പ്രത്യേകിച്ച് ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള മേഖലക്ക് ആ ഫണ്ട് ഉപയോഗിക്കുന്നു. അത് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും സെഞ്ചുറി ഈ ക്ലബ്ബ് ഇത് ചെയ്യുന്നത്. നേരത്തെ ഇവർ പറഞ്ഞ പോലെ 150ഓളം സന്നദ്ധ പ്രവർത്തകരുള്ള താനാളൂരിൽ തന്നെ ഏറ്റവും നല്ല ഒരു ക്ലബ്ബാണ് സെഞ്ചുറി ബോയ്സ്. അവർ ഇപ്പോൾ തിരൂരിൽ നടന്നപ്പോൾ പായസ് ചലഞ്ചിലേക്കുള്ള വളണ്ടിയേഴ്സ്, താനാളൂർ നടന്ന ബിരിയാണി ചലഞ്ചിലെ വളണ്ടിയേഴ്സ് ഒക്കെ വരെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 10 വർഷം മുമ്പ് വളാഞ്ചേരി വട്ടപ്പാറ വളവിൽ നടന്ന വാഹനാപകടത്തിൽ മരണപ്പെട്ട സെഞ്ചുറി പ്രവർത്തകരായിരുന്ന വെള്ളിയത്ത് അസ്കർ, തയ്യിൽ കബീർ എന്നിവരുടെ സ്മരണാർത്ഥം ജനനന്മയ്ക്കായി നാടിനൊപ്പം എന്ന സന്ദേശവുമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മൊബൈൽ ICU ആംബുലൻസ് ജനുവരിയിൽ നാടിന് സമർപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ തോട്ടുങ്ങൽ അബ്ദുറഹ്മാൻ ഹാജി, മുജീബ് താനാളൂർ, കുന്നത്ത് നാസർ, PS സാധവൻ, വെള്ളിയത്ത് സെയ്തലി തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തിരൂർ താലൂക്ക് സമ്മേളനം ഞായറാഴ്ച തിരൂർ നൂർ ലൈക്ക് പാർക്കിൽ നടക്കും. കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. റേഷൻ വ്യാപാരികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുക, മണ്ണെണ്ണ ഡോർ ഡെലിവറിയായി നൽകുക, കോവിഡ് ബാധിച്ച് മരണമടഞ്ഞ റേഷൻ വ്യാപാരിയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമ്മേളനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗവൺമെന്റ് നമ്മളെ കൊണ്ട് കൊടുപ്പിച്ചു 10, 11, 12 മാസം ഹിറ്റ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അത് ഞങ്ങൾ അഡീഷണലായിട്ട് റൂം എടുത്തു, അഡീഷണലായിട്ട് ആളെ നിയമിച്ചു, അതിനു വേണ്ടി ആളുകളെ നിയമിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഒരു കാരണവശാലും ഒരു നയാ പൈസയും അതിന് ഞങ്ങൾക്ക് അനുകൂലം തരൂല എന്ന് ഗവൺമെൻറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞങ്ങൾ മുഖ്യമന്ത്രിനെ കണ്ടു, എല്ലാവരെയും കണ്ടു. വളരെ ഖേദമെന്ന് പറയട്ടെ, സർക്കാർ അത് പുനഃപരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കണം. അത്രയും പണം ഞങ്ങൾ മുടക്കിയിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ഉദ്ഘാടന സെഷൻ ആരംഭിക്കും. കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. കുറുക്കോളി മൊയ്തീൻ MLA, ചെയർപേഴ്സൺ AP നസീമ, താനൂർ നഗരസഭാ ചെയർമാൻ PV ഷംസുദ്ദീൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കാടാമ്പുഴ മൂസ ഹാജി, ജയപ്രകാശ് ബംഗാലൂർ, ഖാദർ കുഴിപ്പയിൽ, CM അബൂബക്കർ, മനോജ് പാറശ്ശേരി, ഷാജി മുളക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു.
തിരു YMCAയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് പുതുവത്സരാഘോഷ പരിപാടികൾ ശനിയാഴ്ച വൈകിട്ട് തിരു GMVP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോവിഡ് മഹാമാരിക്ക് ശേഷം YMCAയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിന് ശനിയാഴ്ച വൈകിട്ടോടെ തുടക്കമാകും. തിരു GMVP സ്കൂൾ സംഘടിപ്പിക്കുന്ന പരിപാടി കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ മുഖ്യാതിഥിയായി പങ്കെടുക്കും. വൈസ് ചെയർമാൻ P രാമൻകുട്ടി, അഡ്വക്കേറ്റ് ഗിരീഷ് തുടങ്ങിയവർ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. തിരൂർ YMCAയുടെ ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ ഡിസംബർ 18 ശനിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ തിരൂർ GMUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട തിരൂർ MLA ശ്രീ കുറുക്കോളി മൊയ്തീൻ സാർ അവർ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഗുരുശ്രേഷ്ഠ അവാർഡ് നേടിയ KP സാജു, സൗജന്യമായി വീട് വെക്കാൻ സ്ഥലം നൽകിയ ജസ്റ്റിൻ കുമാർ, ശ്രീലേഖ ദമ്പതികളെയും ചടങ്ങിൽ ആദരിക്കും. വിവിധ സഭാവിഭാഗങ്ങളിലെ പ്രമുഖർ സംബന്ധിക്കും. തുടർന്ന് ക്രിസ്മസ് പാപ്പാന്മാരുടെ ഡാൻസും ക്രിസ്മസ് കലാപരിപാടികളും നടക്കും. കലാപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അസ്മ കൂട്ടായി, അതുപോലെ തന്നെ റാഫി പറവണ്ണ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഒരു ചെറിയ ഗാന പരിപാടിയും ഉണ്ടായിരിക്കും. എല്ലാവരെയും ഈ ക്രിസ്മസ് പുതുവത്സര ആഘോഷ പരിപാടികളിലേക്ക് ജാതിമത ഭേദമന്യേ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വൈകുന്നേരം 6 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് ഒരു പുതിയ അനുഭവം പകർന്നു നൽകാനായിട്ട് ഈ ക്രിസ്മസ് ആഘോഷത്തിന് കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ S ദാനം, ഡോക്ടർ ലിബി മനോജ്, ബാലരാജ്, മനോജ് ജോസ്, MI ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. കയർ മേഖലയിലെ തൊഴിലവസരങ്ങൾ ഏകദിന ശില്പശാല തിരുത്തുഞ്ചംപറമ്പിൽ സംഘടിപ്പിച്ചു. കയർ ബോർഡ് അംഗം PS രാജേഷ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കയർ ബോർഡും ലഘു ഉദ്योग ഭാരതിയുമായി സഹകരിച്ചാണ് കയർ മേഖലയിലെ നവസംരംഭകർക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. തിരുത്തുഞ്ചംപറമ്പിൽ നടന്ന ശില്പശാല കയർ ബോർഡ് മെമ്പർ PS രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ ക്ലാസ് നിങ്ങൾ പരിപൂർണമായി നിങ്ങൾ ഉൾക്കൊള്ളണം. ഇതിനെ 9 മണി മുതൽ 3 മണി വരെയുള്ള ഒരു പ്രോഗ്രാമാക്കി മാറ്റിക്കൊണ്ട് പോകാൻ നിങ്ങൾ അനുവദിക്കരുത്. കയർ ബോർഡിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വളരെയധികം അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെയുള്ളത്. അവരോട് നിങ്ങളുടെ സംശയങ്ങൾ മുഴുവൻ തീർത്തുകൊണ്ട്, ചോദിച്ചുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് ഈ സംരംഭം തുടങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും, വിജയിക്കാൻ സാധിക്കും. 1953 ഒരു പ്രത്യേക നിയമം മൂലം രൂപീകൃതമായ കയർ ബോർഡ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന ഭാരത സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ്. നഗരസഭാ അധ്യക്ഷ AP നസീമ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലഘു ഉദ്योग ഭാരതി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം NK വിനോദ് അധ്യക്ഷനായിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചീഫ് മാനേജർ ഹരീഷ് പ്രഭു, ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ രമേശ് ബാബു, വ്യവസായ ഓഫീസർ V മുഹമ്മദ്, ബിജു അമ്പായത്തിൽ, ഗോപികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കയർ ബോർഡ് ESO സാബു TV സ്വാഗതവും KJ സിബിച്ചൻ നന്ദിയും പറഞ്ഞു. കയർ ബോർഡ് ഉദ്യോഗസ്ഥന്മാരായ TV സാബു, TS പുഷ്പരാജ്, G ഗിരീഷ് തുടങ്ങിയവർ നവസംരംഭകർക്കായി ക്ലാസുകൾ എടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. സംസ്ഥാനത്ത് ഇന്ന് 3471 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 54,715 സാമ്പിളുകളാണ് പരിശോധിച്ചത്. മലപ്പുറം ജില്ലയിൽ 166 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് നിന്ന് 3471 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. എറണാകുളം 680, തിരുവനന്തപുരം 563, കോഴിക്കോട് 354, തൃശൂർ 263, കോട്ടയം 262, കൊല്ലം 255, കണ്ണൂർ 228, പത്തനംതിട്ട 182, മലപ്പുറം 166, ആലപ്പുഴ 164, ഇടുക്കി 115, പാലക്കാട് 92, വയനാട് 90, കാസർഗോഡ് 57 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 54,715 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 22 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ സുപ്രീം കോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ 221 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്ത് ആകെ മരണം 44,189 ആയി. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം തുറന്നു പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ക്രിസ്മസ് അവധി പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ K നന്ദകുമാറാണ് അവധി പ്രഖ്യാപിച്ച് ഉത്തരവിറക്കിയത്. ഡിസംബർ 24 വെള്ളിയാഴ്ച മുതൽ ജനുവരി 2 ഞായറാഴ്ച വരെയായിരിക്കും അവധി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ K നന്ദകുമാറാണ് അവധി പ്രഖ്യാപിച്ച് ഉത്തരവിറക്കിയത്. ഡിസംബർ 24 വെള്ളിയാഴ്ച മുതൽ ജനുവരി 2 ഞായറാഴ്ച വരെയായിരിക്കും അവധി. കോവിഡ് മഹാമാരിയെ തുടർന്ന് 1.5 വർഷത്തോളം അടച്ചിട്ട സംസ്ഥാനത്തെ സ്കൂളുകൾ നവംബർ 1-നാണ് തുറന്നത്.
നിലവിൽ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് സ്കൂളിൽ ക്ലാസുകൾ നടക്കുന്നത്. അതേസമയം CBSE പരീക്ഷ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക പരിശോധിച്ച് വേണ്ട നടപടിയെടുക്കുമെന്നും പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഇക്കാര്യം പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് മന്ത്രി ശിവൻകുട്ടി കത്തയച്ചിട്ടുണ്ട്. അന്ധവിശ്വാസത്തിനിരയായി ജീവിതം ഹോമിക്കപ്പെട്ട അനാഥ ബാലന്റെ ജീവിതഗന്ധിയായ കഥ പറയുന്ന കാലം സാക്ഷി തിരൂരിലും പരിസര പ്രദേശങ്ങളിലുമായി ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. കാലം സാക്ഷിയുടെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് അഷ്റഫ് കലാശാലയാണ്. നടനും കഥാകൃത്തും സംവിധായകനുമായ തിരൂർ ദാസാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. ഗാനരചയിതാവും നാടകൃത്തുമായ KP കുട്ടി വാക്കാട് മുഖ്യാതിഥിയായിരുന്നു. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. മാജിക് വേഴ്സിന്റെ ബാനറിൽ തസ്നി കമർഷയാണ് ചിത്രം നിർവഹിക്കുന്നത്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം അഷ്റഫ് കലാശാലയാണ് നിർവഹിക്കുന്നത്. ചിത്രത്തിന് ക്യാമറ ഇസാഖ് വട്ടവും എഡിറ്റിംഗ് ജഗൻ ആലപ്പുഴയുമാണ് നിർവഹിച്ചിരിക്കുന്നത്. യമംപുറത്തൂർ, പ്രഹേളിക ബഷീർ, തസ്നി, ആതിര, ഹമീദ് കാനൂർ, ബാബു, തിരുവങ്ങാടി നൌഷാദ് ഷാ, ഇബ്രാഹിം കാനൂർ, ഹനീഫ വട്ടം, ശശിമംഗലം, മാസ്റ്റർ മുന്ന, പ്രമോദ് തിരൂർ എന്നിവരാണ് ചിത്രത്തിൽ വേഷമിടുന്നത്. മംഗലം പഞ്ചായത്തിൽ മൂന്നാമത്തെ ജനകീയ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു. 13, 14 വാർഡുകളിലെ കുടുംബശ്രീ പ്രവർത്തകർ ചേർന്നാണ് ഹോട്ടൽ ആരംഭിച്ചത്. മംഗലം പഞ്ചായത്തിൽ മൂന്നാമത്തെ ജനകീയ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്തിലെ 13, 14 വാർഡുകളിലെ കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഹോട്ടൽ ആരംഭിച്ചത്. രുചിക്യൂട്ട് എന്ന പേരിൽ ആരംഭിച്ച ഹോട്ടലിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് K പാത്തുമ്മക്കുട്ടി അധ്യക്ഷയായിരുന്നു. സ്ഥിരം സമിതി ചെയർമാൻമാരായ ഇബ്രാഹിം ചന്ദ്ര, KT റാഫി മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗം നിഷ രാജീവ്, CDS ചെയർപേഴ്സൺ അംബിക തുടങ്ങിയവർ സംസാരിച്ചു. പോത്തുകുട്ടി, പട്ടികജാതി കുടുംബത്തിലുള്ള വാട്ടർ ടാങ്ക്, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കുള്ള ഒന്നാംഘട്ട ലാപ്ടോപ്പ് വിതരണം എന്നിവയും കഴിഞ്ഞ ദിവസങ്ങളായി നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒട്ടേറെ വിഷയങ്ങളിൽ ലീഗ് നേതാക്കന്മാർ തീവ്രമായ വർഗീയ സ്വരത്തിൽ സംസാരിക്കുന്ന സാഹചര്യം ഈ ഇടക്കാലത്ത് ഉണ്ടാവുകയും ചെയ്തു. മുസ്ലിം ലീഗിന്റെ ഉള്ളിൽ ഒളിപ്പിച്ച വർഗീയത പുറത്തേക്ക് വരുന്നതാണ് ഇപ്പോഴത്തെ വിഷയങ്ങളിലൂടെ കണ്ടുവരുന്നതെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ A വിജയരാഘവൻ. ലീഗിന്റെ CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞതാണ് ലീഗ് ഉറങ്ങിക്കിടക്കുന്ന സിനിമയാണ്. മുസ്ലിം ലീഗിന്റെ ചരിത്രം കേരളത്തിന് അറിയാമെന്നും 70 വർഷത്തെ ചരിത്രത്തിൽ അതിന് ആരും വർഗീയത ആരോപിച്ചിട്ടില്ലെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി PM S സലാം. ചമരോടം പാതയിൽ ആലത്തിയൂർ പ്രദേശത്തെ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരൂരിൽ പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം സമീപിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 3471 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം ജില്ലയിൽ 166 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.